ഉണക്ക് അപ്പോൾ ഞാനങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് UAE എത്തിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഞാൻ എന്തായാലും ഇപ്പോൾ ഇവിടെ എത്തി, ഇനി എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇൻട്രോ എടുക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ പാക്കിങ്ങും നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും എയർപോർട്ടിലെത്തതും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ എപ്പം പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കരുത്. ഉണക്ക് പാക്കിംഗ് സീൻ ആണ് ഗൈസ് ഇവിടെ നടക്കുന്നത്. നിനക്ക് എക്സ്പ്രഷൻ ഇല്ലാതല്ലോ മനസ്സിലായല്ലോ. എടുത്തു വാ. മിസ്സായി ഗൈസ്. നമ്മളെ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി. ഇവർ രണ്ടുപേരുടെ അശ്രദ്ധ കാരണം നമ്മുടെ ഫ്ലൈറ്റ് പോയി. ദുബായി പോയി. അങ്ങനെ ഞങ്ങൾ അവസാനം എയർപോർട്ടിലെത്തിയിട്ട് എന്താ പറയുക, ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ മോള് അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഞങ്ങൾ 2 മാസം നിന്നിട്ട് അച്ഛന് ഭയങ്കര സങ്കടമായി മക്കളെയൊക്കെ പിരിഞ്ഞിട്ട് വരുന്നതിൻ്റെ. അപ്പോൾ അങ്ങനെ അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കരച്ചിലൊക്കെ ആയിരുന്നു. നമുക്കും വിഷമമായി. അങ്ങനെ അവൾ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഗേറ്റ് ഓപ്പൺ ആവാത്തത് കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ലഗേജ് കുറച്ച് പൊട്ടിക്കേണ്ടിയൊക്കെ വന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ പോയി. അങ്ങനെ പാക്കിങ്ങൊക്കെ വീണ്ടും പാക്ക് ചെയ്യേണ്ടിയൊക്കെ വന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ നമ്മൾ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, അവിടെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവൾക്ക് ഫുഡ് വേണം, വിശക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ സാൻഡ്വിച്ച് വാങ്ങിച്ചു. പിന്നെ ഒരു ടീ ഒക്കെ വാങ്ങിച്ചു. അതൊക്കെ കുടിച്ച് അങ്ങനെ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. അപ്പോൾ രാത്രിയിൽ ഉറക്കം എന്താ പറയുക, രാത്രിയിൽ വന്നതുകൊണ്ട് എയർപോർട്ടിലോട്ട് നല്ല ഉറക്കമുണ്ടായിരുന്നു. നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയത് മാത്രം ഓർമ്മയുണ്ട്. ഞങ്ങൾ 3 പേരും നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ലാൻഡ് ചെയ്യാനായപ്പോഴാണ് അറിഞ്ഞത്. നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നാലും ഉറക്കം ബാക്കിയുണ്ട്. അത് നമ്മൾ അവിടെ എത്തിയിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു.
സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടോ. ലാൻഡ് ചെയ്തിട്ട് നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്. രാവിലെ ഒരു 7:30 ആയിട്ടുണ്ടാവും. 7:30 സമയം സൂര്യൻ നല്ല ഉദിച്ച് ഇരിപ്പുണ്ടാവും. അങ്ങനെ ഞാൻ വീഡിയോസ് എടുത്താണ് കണ്ടിട്ട് കാണാം. അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നല്ല നല്ല വൃത്തിയിലെടുക്കാൻ പറ്റിയ വീഡിയോസ്. അങ്ങനെ ബസ്സിൽ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്കൂള് വെക്കേഷനൊക്കെ കഴിഞ്ഞ് വരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ പെട്ടെന്ന് കിട്ടി. പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് ആൾ വന്നു. ഞങ്ങളങ്ങനെ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. അപ്പം വണ്ടിയിലോട്ട് പോവുകയാണ്. ചൂടുണ്ടോ? പക്ഷെ ഇന്ന് ചൂട് കുറല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ബൊക്കെയൊക്കെ കിട്ടി. അത് ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മൾ ഫ്ലൈറ്റ് മിസ് ചെയ്ത് അത് കൊണ്ടാണെന്ന് അറിയില്ല. ഇപ്രാവശ്യം നമ്മളെ അടിപൊളിയായിട്ടാണ് വരവേറ്റത്. എയർപോർട്ടിൽ നിന്ന് ബൊക്കെ കിട്ടി. നമുക്ക് ഫ്ലൈറ്റ് മിസ്സായി പോയി. നമുക്ക് ഇപ്രാവശ്യം ബൊക്കെ കിട്ടിയിരിക്കുന്നു. അമ്മ പുതിയ ഹെലികോപ്റ്ററെല്ലാം വാങ്ങിയ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷാർജയിലെത്തിയിരിക്കുന്നു. ഫ്ലൈറ്റ് മിസ്സായി ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. ഷാർജയിൽ എത്തിയിരിക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഫ്ലവർ ഒക്കെ കിട്ടി. നല്ല ഫ്ലവർ. അതെടുത്തേ ഇത് നമ്മളന്ന് സഫാരി കണ്ടത്. നിങ്ങളുടെ രാജ്ഞിനെ കാണുന്നതാ. നാട്ടിലാണെന്ന് വിചാരിച്ച് ഇന്റർനാഷണൽ കോൾ വിളിച്ച വ്യക്തി, UAയിലാണെന്നുള്ള ബോധമില്ലാത്ത കുട്ടി നാട്ടിലെത്തിയിട്ടും UAയിലെത്തിയിട്ട് നാട്ടിലെ നമ്പറിൽ വിളിച്ചിരിക്കുന്നു. അതിനെക്കാട്ടും വലിയ പൊട്ടന്മാരായ ഇത് രണ്ടും. അച്ഛനെ കയ്യിൽ നല്ല പൊതിറ് കിട്ടി. ചീത്തകൾ മണ്ടത്തരങ്ങളുടെ രാജ്ഞി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ വിളിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കട്ടിട്ട് ബഗഡൻ എടാ ഇത് മറ്റേ എഴുതോ ഇറങ്ങി വരുന്ന ഭയങ്കര ചെമ്പരത്തിയല്ലേ എനിക്ക് ബെറ്റർ. വീട്ടിലെത്തിയിരിക്കാണ് ഗൈസ്. ഒരു കുട്ടി ട്രോളിയും തൂക്കി വരുന്നുണ്ട്. നമ്മൾ വീട്ടിലോട്ട് കയറിയിരിക്കുന്നു ഗൈസ്. കുട്ടിക്ക് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. പിന്നെ അതിനകത്ത് ചക്ക ഉണ്ടായിരുന്നു, ബ്ലാത്തി ചക്ക. അത് പക്ഷെ ചീഞ്ഞു പോയി. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ബാക്കിയെല്ലാം സേഫായിട്ട് എത്തി. അത് മാത്രം പോയിട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രം പോയി. പിന്നെ എന്താ പറയുക, ബാക്കി എല്ലാ സാധനവും നല്ല സേഫായിട്ട് ഇവിടെ എത്തി. അപ്പോൾ ലഗേജ് പൊട്ടിക്കുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ നിന്ന്. അത് ഞാനിതിൽ ഫുൾ വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതും ഒക്കെയാണ്. പിന്നെ കുറച്ച് എന്താ പറയുക, ചക്ക ചിപ്സും മിക്സർ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതേ നമ്മുടെ പഴം ഒക്കെ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. കുഞ്ഞി പഴം കേട്ടോ. ഇതൊക്കെ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്, പഴുത്തു. പിന്നെ ഞാനിത്
നാരങ്ങ മിഠായിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിത് ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ കൊണ്ടുവന്നേ, പിന്നെ മല്ലിപ്പൊടി അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതെ കണ്ട ചക്ക ചിപ്സ്, എന്താ പറയുക, കായ് ചിപ്സ്, മിച്ചർ, ശർക്കര, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊതിയാവുമെന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ കൊതി കൂടേണ്ട മക്കളെ തരില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടുവന്ന സാധനമാണ് അവൽ കൊണ്ടുവന്നിട്ടുണ്ട്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൽ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ, പിന്നെ കുറച്ച് സാധനങ്ങൾ ഇത് ഇവിടെ കിടപ്പുണ്ട്. അരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണക്കമീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണക്കമീൻ ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റാണ്. ഇടയ്ക്ക് മീനൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല സ്രാവും മുള്ളനൊക്കെ വറുത്തിട്ട് ചോറിന് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഉടനെ ഞാൻ കുളിച്ചിട്ട് ഫുഡും കഴിച്ച് കിടന്നുറങ്ങിയത് കാരണം പൊട്ടിക്കുന്ന വീഡിയോസൊന്നും, ലഗേജ് പൊട്ടിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.